നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമൂഹത്തിലെ കൃത്യമായ മോശം കാര്യങ്ങളെയും പുഴുക്കുത്തുകളെയും തിന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നവരെയും തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യത്തിന് വലിയ പിന്തുണയാണ് സമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സാമൂഹ്യമായി പിന്നാമ്പുറങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അശരണരായ ആളുകളാവട്ടെ, അതുപോലെ തന്നെ ജോലിയുള്ളവരാകട്ടെ, അവർക്കെല്ലാം നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അവരുടെ അത്താണിയായി ഈ ചാനൽ വരാറുണ്ട്. വേടനെപ്പോലെയുള്ള ആളുകൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും വേട്ടത്തരവും വേട്ടയാടലും ഞങ്ങൾ നിരവധി വീഡിയോകൾ പല രൂപത്തിൽ ഞങ്ങളുടെ ചാനലുകളിൽ ചെയ്തു. ഇപ്പോഴിതാ ഇന്നറിയുന്ന മറ്റൊരു വാർത്ത, വേടനെതിരെ വീണ്ടും 2 സ്ത്രീകൾ, അതും സംഗീതവുമായി ബന്ധപ്പെട്ട 2 സ്ത്രീകൾ മുഖ്യമന്ത്രി ഓഫീസിൽ പരാതി കൊടുത്തിരിക്കുന്നു. അവർ മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് അതിന് അവസരം കൊടുത്തില്ല. ആ സ്ത്രീകളെ, അത് വേറൊരു തമാശ, മുഖ്യമന്ത്രി ഓഫീസിൽ പോയാൽ അങ്ങനെ മുഖ്യമന്ത്രി ആർക്കൊന്നും കാണാനൊന്നും പറ്റത്തില്ല. രാജാവിനെ കാണാൻ വലിയ നടപടിക്രമമാണ്. അവിടെ വേണമെങ്കിൽ നമുക്കിരിക്കുന്ന മറ്റുള്ളവരെ കാണാം. അതിൽ പല ആളുകളും സ്ത്രീ വിഷയത്തിലൊക്കെ നല്ല താല്പര്യമുള്ളവരും ഒക്കെയാണ്. അതുകൊണ്ട് സ്ത്രീകൾ സൂക്ഷിച്ച് വേണം ഈ പരാതിയൊക്കെ കൊണ്ട് കൊടുക്കാൻ. അതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ പണ്ടൊരു പരാതി കൊടുക്കാൻ പോയ സ്ത്രീയുടെ അനുഭവം പറയുന്നില്ല. അതിലുള്ള ആളുകൾ ഇപ്പോൾ അവിടെ ഉണ്ട്. ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഈ ചാനൽ അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് സ്ത്രീകൾ പരാതി കൊടുക്കാൻ പോണ സ്ഥലവും നല്ല രസമാണ്. പിന്നെ നമ്മളെ തമാശ എന്താണെന്ന് വെച്ചാൽ, കുട്ടി നടന്നു എടുക്കുന്നു എന്ന് പറഞ്ഞ് ടീച്ചർ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അച്ഛൻ ടെറസിൽ ഓടിപ്പെടുക്കുന്നു എന്ന് പറയുന്നൊരു കഥയുണ്ട് എന്ന് പറഞ്ഞ കണക്കാണ്. ഈ പരാതി കൊടുക്കാൻ പോണ സ്ഥലത്തും ചില സ്ത്രീ പീഡകരൊക്കെ ഉണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ട്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും വേടൻ വളരെ കൃത്യമായി സ്ത്രീ വേട്ടക്കാരനായി മാറിയിട്ടുണ്ട്. ആ സ്ത്രീ വേട്ടയിൽ അയാൾ നിരവധി സ്ത്രീകളെ പിടിപ്പിച്ചിട്ടെങ്കിൽ ഇപ്പോൾ 3 കേസായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു ഡോക്ടറുടെ കേസ് വന്നു, ഒരു യുവതിയായിട്ടുള്ള ഡോക്ടറുടെ കേസ് വന്നു, അത് കോടതിയിൽ നിൽക്കുന്നു. ആ സമയത്താണ് 2 കേസുകൾ കൂടി വന്നിരിക്കുന്ന. DGPക്ക് കൈമാറുമെന്നാണ് അറിയുന്നത്. എന്തായാലും കൊള്ളാം. ആശാൻ ഈ വേടനുണ്ടല്ലോ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് നല്ലൊരു പേരാണ്. വേടൻ എന്നല്ലല്ലോ, വേറൊരു പേരാണല്ലോ, ഹിരൺദാസ് ബാബു അല്ലെ, ഹിരൺദാസ് എന്നാ മറ്റുമാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ അയ്യങ്കാളിയുടെ അവിടെ പോയി, വെങ്ങാനൂരിൽ പോയി അയ്യങ്കാളിയുടെ ഈ തലപ്പാവ് വാങ്ങാനൊരു ശ്രമം നടത്തി. തലപ്പാവ് അവർ ആദരിക്കുകയും ചെയ്തു. അയ്യങ്കാളിയുടെ തലപ്പാവ്, അയ്യങ്കാളി ഉപയോഗിച്ചു പോലുള്ള തലപ്പാവ് കൊടുത്തുകൊണ്ട് 2ാം നവോത്ഥാന നായകനെന്ന് പറഞ്ഞു. ഒരുപക്ഷെ 3ാമത്തെ എന്ന് പറയാം. കാര്യം ആദ്യം അംബേദ്കർ വന്നല്ലോ. അംബേദ്കർ വേറെ രൂപത്തിലുള്ള ഒരു നായകനായിരുന്നല്ലോ. ഭരണഘടനയൊക്കെ ഉണ്ടാക്കുന്നതിൽ മുഖ്യശില്പിയായിരുന്നു. ഒരുപാട് പേരുണ്ടെങ്കിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹമാണല്ലോ ചെയർമാൻ. ആ ഭരണഘടനാ ശില്പിയുടെയും അത് കഴിഞ്ഞാൽ അയ്യങ്കാളിയുടെയും കഴിഞ്ഞാൽ 3ാമത്തെ അയ്യങ്കാളിയാണ്, 3ാമത്തെ അംബേദ്കറാണ് കേരളത്തിൽ ഇതാ ഉദയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച വേടൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ. നിങ്ങൾ രാമനെ തെറി പറഞ്ഞപ്പോൾ വേടൻ, അയ്യപ്പനെ തെറി പറഞ്ഞപ്പോൾ, ബുദ്ധൻ്റെ പേര് പട്ടിക്കിട്ടപ്പോൾ എന്താണ് വേടൻ ഉദ്ദേശിച്ചത്? ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ, ആദരിക്കേണ്ടവരെ ആദരിക്കാതെ, നിങ്ങൾക്കെതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അധിക്ഷേപിക്കുന്ന സോഷ്യൽ വാളുകളിൽ വന്ന് ദളിത് സമൂഹത്തെ മൊത്തം നിങ്ങൾ മൊബിലൈസ് ചെയ്ത് കൊണ്ടുവന്ന് പാവപ്പെട്ട ദളിത് സമൂഹം വിചാരിച്ചു ഞങ്ങളിലുള്ള ഒരാളിനെ ഉയർന്നു വന്നപ്പോൾ ബാക്കിയുള്ള വരേണ്യവർഗവും ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കാരും, നമ്മുടെ ഡോക്ടർ അരുൺകുമാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കാരും കൂടെ എല്ലാവരും, നായരും നമ്പൂതിരിയും പിന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുകളിലോട്ടുള്ള എല്ലാവരും, ഈഴവരും ബ്രാഹ്മണന്മാരും എല്ലാവരും കൂടി ഇതാ ഒരു അധസ്ഥിതനായിട്ടുള്ള, ദളിതനായിട്ടുള്ള, പിന്നോക്കക്കാരനായിട്ടുള്ള, പട്ടികജാതി പട്ടികഭാഗത്തിൽപ്പെട്ട ഒരു ശ്രീലങ്കൻ വനിതയ്ക്ക് ജനിച്ച ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു യുവാവിനെ, ഒരു ചെറുപ്പക്കാരനെ ഇതാ വേട്ടയാടുന്നു എന്നുള്ള രീതിയിലൊക്കെ എന്തോരം നരേഷനാണ് ഇവിടെ നടന്നത്. എന്തായാലും ഇവിടുത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് വരെ, അതേ ഇപ്പോൾ വേറെ വിവാദത്തിൽ ചെന്നപ്പെട്ടിരിക്കുന്നു, വരെ CPIയുടെ ബിനോയ് വിശ്വം, അങ്ങനെ എല്ലാവരും വേടനെ പ്രകീർത്തിച്ച് വേടനാണ് ഇനി കേരളത്തിൽ നവോത്ഥാനം കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ആ വേടൻ നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ എന്തൊരു നഗ്നനായി നിൽക്കുകയാണ്. എന്തൊരു ദ്രോഹമാണ് ഇവിടുത്തെ പെൺകുട്ടികളോട് ചെയ്തത്. സംഗീതം പഠിക്കാനെന്നും പാട്ട് പഠിപ്പിക്കാനെന്നും ആൽബം ഉണ്ടാക്കാനെന്നും ഒക്കെ പറഞ്ഞ് പെൺകുട്ടികളെ പിടിപ്പിക്കുക, അവരെ ഹോട്ടലിൽ പോവുക, വിളിച്ചുകൊണ്ട് പോവുക, ടൂറിസ്റ്റ് സ്പേസുകളിൽ വിളിച്ചുകൊണ്ട് പോവുക. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വേടനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. വേടൻ ഒളിവിലുമാണ്. ലുക്കൗട്ട് നോട്ടീസും പോലീസ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും രസകരമാണ് കാര്യങ്ങൾ. ഇത്രയും വേണമായിരുന്നോ മിസ്റ്റർ വേടൻ?